സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിക്കുന്നു. പ്രാരംഭ നടപടിയായി സ്ഥലത്തിന്റെ ദൃഢത ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് പുതിയ നിർവഹണ ഏജൻസി. 2021 പയ്യന്നൂരിലെ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. കിറ്റ്കോയായിരുന്നു നിർവഹണ ഏജൻസി. പൈലിംഗ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് കോട്ടയം ഐമനത്ത് പയ്യന്നൂരിന് സമാനമായ ചതുപ്പുനിലത്തൊരുങ്ങിയ സ്റ്റേഡിയത്തിന്റെ ഗാലറി ഇടിഞ്ഞു താണത്. തുടർന്ന് സംസ്ഥാനത്തെ ചതുപ്പായിരുന്ന ഇടങ്ങളിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുഴുവൻ സ്റ്റേഡിയങ്ങളുടെയും പണി സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മതിയെന്ന് കിഫ്ബി തീരുമാനിച്ചു. ഇതുമൂലം പണികൾ നീണ്ടുപോയി. ആദ്യത്തെ കരാറുകാരൻ പിന്മാറി. ഇപ്പോൾ നിർവഹണ ഏജൻസി സ്ഥാനത്തു നിന്നും കിറ്റ്കോയെയും നീക്കിയിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് പുതിയതായി ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്ഥലത്ത് ദൃഢതാ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. 26 മീറ്റർ ആഴത്തിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് സ്റ്റേഡിയം നിർമ്മാണത്തിന് ഗ്രീൻ സിഗ്നലായി. അത് നേരത്തെ ഉണ്ടായിരുന്ന ഏജൻസിയെ അവര് കാര്യക്ഷമമായിട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഗവൺമെന്റിൽ സമർപ്പിക്കുകയും സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇതിൻ്റെ ചുമതലകളെ ഏറ്റെടുത്ത് അത് ഈ സ്റ്റേഡിയം പ്രവർത്തന പദത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ട സ്ഥലങ്ങളിലെ മണ്ണിൻ്റെ ഘടന പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിവേഗത്തിൽ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ എത്രയോ കാലമായിട്ട് ഇതിൻ്റെ പിന്നിലാണ് ഞങ്ങളെല്ലാവരും, മുനിസിപ്പാലിറ്റിയുടെ അധികൃതരുടെ ഞങ്ങളെല്ലാവരും. അത് ഏറെക്കുറെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ വരികയാണ്. പയ്യന്നൂരുകാരുടെ ചിരകാല സ്വപ്നം തന്നെയായിരുന്നു പയ്യന്നൂരിന് സ്വന്തമായ ഒരു സ്റ്റേഡിയം എന്നത്. 2021 ഇതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. സോയിൽ ടെസ്റ്റിംഗ് ചെയ്യണമെന്നതായിരുന്നു കിഫ്ബി മുന്നോട്ട് വച്ചിരുന്ന ഒരു നിർദ്ദേശം. കാരണം ചതുപ്പ് നിലങ്ങളിൽ സ്റ്റേഡിയം പണിതാൽ അത് എത്രത്തോളം സുരക്ഷ ഉറപ്പാക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 24 മീറ്റർ അടിയിലേക്ക് ഇപ്പോൾ സോയിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉറപ്പുള്ള പാറ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ സ്റ്റേഡിയത്തിന്റെ പല ഭാഗത്തായി പല ഇടങ്ങളിൽ സ്വിമ്മിംഗ് പൂൾ വരുന്ന സ്ഥലമുണ്ട്, സ്റ്റേഡിയത്തിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഇടമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇത്തരത്തിൽ സോയിൽ ടെസ്റ്റ് ചെയ്യുകയും ഉറപ്പുള്ള പാറ കാണാനുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ഈ ഒരു സ്ഥലത്തിന്റെ ദൃഢത മനസ്സിലാക്കിയതിനു ശേഷം സ്റ്റേഡിയം എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് പൂവണിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം KN വർഷ.